Watch full episodes on Jio Hotstar. ഇതെന്തിന്റെ ഒരു മാപ്പാണ്. പക്ഷേ ഈ മാപ്പ് എന്തിനുള്ളതാ? ഞാൻ പറഞ്ഞു തരാം ആ മാപ്പ് എന്തിന്റെയാണെന്ന്. വരൂലൊക്കെ. ഈ നിധി ചന്ദൻപൂർ രാജാവിന്റേതാണ്. ഞാൻ ചന്തു, കൊട്ടാരം വേലക്കാരൻ. രാജ തിരുമനസ് എല്ലാ സ്വത്തും വിറ്റിട്ട് വിദേശത്തേക്ക് പോകാൻ പോകുകയാണ്. പക്ഷെ വിദേശത്തേക്ക് പോകുന്നതിന് മുമ്പ് കൊട്ടാരം നിലവറയിലെ സ്വർണവും രത്നങ്ങളും എല്ലാം ഒരു കിരീടത്തിൽ പതിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. സ്വത്തെല്ലാം വിറ്റിട്ട് ഫുർഫുറി നഗറിൽ വലിയ വലിയ സ്കൂളും ഹോസ്പിറ്റലുകളും പണിയാൻ ആഗ്രഹിച്ചു. അങ്ങനെ ഫുർഫുറി നഗരവാസികൾക്ക് ഫ്രീ എഡ്യൂക്കേഷനും ചികിത്സയും ലഭിക്കും. എന്നിട്ട് പിന്നെന്തു പറയാൻ, മിസ്റ്റർ ചംകു ഇതെല്ലാം മണത്തറിഞ്ഞു. അവന്റെ ആൾക്കാർ രാജാവിനെ പിന്തുടർന്നുകൊണ്ടേയിരുന്നു. രാജാവ് ആ കിരീടം ഒരു രഹസ്യ സങ്കേതത്തിൽ ഒളിപ്പിച്ചിരുന്നു. അങ്ങോട്ടേക്ക് പോകാനുള്ള വഴിയുടെ മാപ്പ് ഈ ഡോഗി ലക്കിയുടെ കഴുത്തിലുള്ള ലോക്കറ്റിൽ ഒളിപ്പിച്ചു വെച്ചിരുന്നു. ഇക്കാര്യം ഒരു വേലക്കാരൻ അറിഞ്ഞു. മഹാരാജാവ് പോയതിന്റെ പിറ്റേന്ന് തന്നെ ലക്കിയുടെ കഴുത്തിൽ നിന്നും ഈ ലോക്കറ്റ് തട്ടിയെടുക്കാനായി അതിന്റെ പിന്നാലെ കൂടി. അവനെ രക്ഷിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. ഞങ്ങൾ എങ്ങനെയെങ്കിലും ആ നിധി കണ്ടുപിടിച്ച് രാജാവിന്റെ ആഗ്രഹം സഫലീകരിക്കുന്നതാണ്. ഫുർഫുറി നഗരത്തിൽ വലിയ വലിയ ഹോസ്പിറ്റലുകളും പിന്നെ കുറെ നല്ല സ്കൂളുകളും തുറക്കണം. നിങ്ങൾ ലക്കിയെ കൊണ്ടുപോയിക്കൊള്ളൂ. വളരെ വളരെ നന്ദിയുണ്ട്. മഹാരാജാവ് തിരുമനസിന്റെ സ്വപ്നം പൂവണിയണം. എനിക്കത് മാത്രം മതി. വരൂ ലക്കി. എന്ത് നല്ല ഡോഗിയാ നോക്കിയേ. എന്റെ അമ്മോ, ഇത് ക്രിസ്മസ് മൗണ്ടൻ ആണല്ലോ. ഞാൻ ഇതിനെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. ഇവിടെ ഒരുപാട് ക്രിസ്മസ് മരങ്ങളും ഉണ്ട്. എന്നാൽ വരൂ, തയ്യാറായിക്കൊള്ളൂ. നമ്മൾ ഉടൻ തന്നെ ഈ സ്ഥലത്തേക്ക് എത്തണം. കാരണം ഈ മാപ്പിലുള്ള സംഗതികൾ ആ ചംകുവും കണ്ടിട്ടുണ്ട്. അവൻ അവിടെ എത്തി അതൊക്കെ വൃത്തിയാക്കുന്നതിന് മുൻപ് നമുക്ക് അവിടെ എത്തി അതൊക്കെ വൃത്തിയാക്കേണ്ടതാണ്. വരൂ. ഒരു തവണ എനിക്ക് ആ ചംകുനൊന്ന് കാണണം. എന്റെ കയ്യിൽ അവനെ കിട്ടിയാൽ അലക്കുകാര് തുണി അലക്കുന്ന പോലെ ഞാൻ അവനിട്ട് അലക്കും. ഞാനെല്ലാം മറന്നുപോയല്ലോ. അലക്കാരൻ തുണി അലക്കുന്ന പോലെ എടുത്തിട്ട് അലക്കണമെന്നാണോ സാറേ പറഞ്ഞ? എന്റെ അമ്മോ, എന്നെ താഴേക്കിറക്ക് വേഗം, താഴേക്കിറക്കാൻ. മമ്മി, ഇഡ്ഡലി, ദോശ, പഴംപൊരി, കടല ഞാൻ എല്ലാം വാങ്ങിത്തരാം. എന്നെ വെറുതെ വിട്ടാ മതി. സിംഗം സാർ, ഫെരിലാർ റിപ്പോർട്ടിംഗ് സാർ. സിംഗം സാർ, നിങ്ങൾ എവിടെയാണ്? ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. എന്താ ചിങ്കം സാർ, ഈസ് ഇറ്റ് വേദനിക്കൽ? ഈ വേദനിക്കൽ എന്ന് വെച്ചാൽ എന്താണ്? ഓ, വേദന. അതിന്റെ നിഘണ്ടുവിൽ തന്നെ ഇല്ല. ലെറ്റ്സ് ഗോ. ക്രിസ്മസ് മൗണ്ടൻ. നിങ്ങൾ ഗ്രേറ്റ് ആണ് സാർ. നിങ്ങളിലാണ് പ്രതീക്ഷ. വരൂ, വല്ലത് കഴിച്ചിട്ട് വരാം. എനിക്കാണെങ്കിൽ ഭയങ്കര വിശപ്പും. അതെ, എനിക്കും വല്ലാത്ത ദാഹം തോന്നുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ജോണിനേക്കാളും മുമ്പിലാണ്. വാ, നമുക്ക് കഴിച്ചിട്ട് പോകാം. എന്റെ ചേട്ടാ, ഒന്ന് വേഗം കൊണ്ടുപോവാ. വിശന്നിട്ട് കുടല് കരിയുന്നു. ബോക്സറേട്ടാ, കുറച്ച് സമയത്തേക്ക് നിങ്ങളുടെ സ്വപ്നം എന്റെ സ്വപ്നമായി പോയി. ഞാനും ചിന്തിക്കുമായിരുന്നു ബോക്സിംഗ് സ്കൂൾ തുടങ്ങി കുട്ടികളെ ബോക്സിംഗ് പഠിപ്പിക്കണമെന്ന്, അതും ഫ്രീ ആയിട്ട് പഠിപ്പിക്കണമെന്ന്. പക്ഷെ ആ സ്വപ്നം നടക്കുമെന്ന് തോന്നുന്നില്ല. എന്തു പറ്റി? കണ്ടില്ലേ, ബോട്ട്, പത്രു, കസീട്ടാറാം, ജഡ്ക അവര് നീതി തപ്പി അങ്ങോട്ട് പോവാ. എനിക്ക് ഒറ്റയ്ക്ക് അവരെ ജയിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മുഴുവൻ നിധി അവന്മാര് തന്നെ കൊണ്ടുപോകും. എന്റെ സ്വപ്നം നടക്കില്ല, സ്വപ്നം നടക്കില്ല. എന്റെ സ്വപ്നം ആർക്കും തകർക്കാൻ പറ്റില്ല. അവരുടെ എല്ലാ കള്ളക്കളികളും ഞാൻ ഇന്നത്തോടെ തീർക്കുന്നുണ്ട്. അവന്മാരെ ഞാൻ വെറുതെ വിടില്ല. കാണിച്ചു കൊടുക്കാം. കള്ളന്മാരെ, എന്റെ കടയിൽ വന്ന് ഗുണ്ടായുസം കാണിക്കാനാണ് പരിപാടി. കാണിച്ചു തരാം. എന്റെ അമ്മച്ചി, എന്റെ കട ഒന്ന് രക്ഷിക്കണോ സാറേ?
പൊളിച്ചെടുത്തല്ലോ. മമ്മി രക്ഷിക്കണേ. ബോക്സ് ചേട്ടാ ഒന്നും ചെയ്യല്ലേ. വേണ്ട വേണ്ട. പൊളിച്ചെടുത്തല്ല. മോട്ടുപത്ലു നിങ്ങളത് എവിടെയാണ്? ഇപ്പൊ ശരിക്കും മനസ്സിലായി നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ടെന്ന്. ഞങ്ങളുടെ പണി കഴിഞ്ഞു, ഇനി ഞങ്ങള് പോയിക്കോട്ടെ. ഈ ജോണായിരിക്കും. എന്താ ഇപ്പൊ ഇവിടെ ഉണ്ടായത്? അയ്യോ വേണ്ട വേണ്ട. കോൺസ്റ്റബിൾസ് അത് കണ്ടോ? അത് മോട്ടു പത്ലുവിന്റെ പ്ലെയിനാണ്. എന്റെ അമ്മ. താങ്ക് യു മോട്ടു പത്ലു, താങ്ക് യു. നിങ്ങൾ ഏതായാലും കറക്റ്റ് സമയത്ത് തന്നെ വന്നത്. നമ്മൾ ഇനി ഒരുമിച്ച് പോയി ആ നിധി അന്വേഷിക്കാം. ഓ ചിങ്ങ സാറേ, ഇത് നിറങ്ങ ചങ്ങ. ഇതിന് 4 പേരുടെ വെയിറ്റ് താങ്ങാനുള്ള കപ്പാസിറ്റിയേ ഉള്ളൂ. വേഗം ഇറങ്ങ സാറേ. എങ്ങനെ ഇറങ്ങും? ഞങ്ങൾ എങ്ങനെ ഇറങ്ങും ഡോക്ടർ ജഡ്ക? ഇന്ത്യൻ നിയമമാണ് സത്യം. ഞങ്ങളെ ഇറക്കി വിടരുത്. ദോരോ സിംഗ്, നിങ്ങൾ ആ സൈഡിലുള്ള ചിറകിൽ പോയിരിക്കേ പെട്ടെന്ന്. ഓക്കേ സാർ. നിങ്ങൾ അപ്പുറത്തെ ചിറകിലേക്ക് വേഗം പോകൂ. ചെല്ലു വേഗം. ഇപ്പൊ തന്നെ പോ. സ്പീഡിൽ പോ, ഇനി സ്പീഡിൽ പോ. അത് കണ്ടില്ലേ, ഓട്ടവും പത്തിലും കൂട്ടരും ഫ്രണ്ടിൽ കയറി പോയത്. അവരൊരിക്കലും തോറ്റ് പിന്മാറുന്നവരല്ല, അവര് ധൈര്യശാലികളാണ്. സ്പീഡിൽ പോ, ഇനി സ്പീഡിൽ പോ. അതാ നോക്ക്, ക്രിസ്മസ് മൗണ്ടൻ. പെഡൽ ചവിട്ട്, വേഗം പെഡൽ ചവിട്ടാൻ. ഇതാണ് ക്രിസ്മസ് മൗണ്ടെയിൻ.
നമ്മൾ എല്ലാവരെക്കാളും മുമ്പ് ഇവിടെ എത്തിയത് തന്നെ വലിയൊരു കാര്യമല്ലേ? ആ ജോണും മിസ്റ്റർ ചംകുവും ദൂരത്ത് നിന്ന് ഇങ്ങോട്ട് വന്നോണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇവിടുത്തെ നിധി നമുക്ക് വേഗം കണ്ടുപിടിച്ച് നമുക്ക് തിരിച്ചു പോകാട്ടോ. ഒന്നും മനസ്സിലാവുന്നില്ല ഈ നിധി എവിടെ ഇരിക്കുന്നു എന്നേ. ഈ മാപ്പിൽ ഇവിടെ കാണുന്ന വഴിയൊന്നും കാണിച്ചിട്ടില്ല. ഓഹോ, എന്തൊരു വെളിച്ചമാ കണ്ണിലേക്കല്ലേ അടിക്കുന്നത്. ഇത് നോക്ക്, ആ തൂണിന്റെ നിഴല്. വരൂ, നമുക്ക് അങ്ങോട്ട് ചെന്ന് ചെക്ക് ചെയ്യാം. എന്ത് തൂണിന്റെ നിഴലോ? യെസ് യെസ്, അത് തന്നെയാണ് ക്ലൂ. യെസ്, നോക്ക്, ഈ മാപ്പില് വേറൊരു സാധനത്തിന്റെ നിഴല് കാണുന്നില്ല. 3 തൂണിന്റെ നിഴല് മാത്രമേ ഉള്ളൂ. ഇത് നോക്ക്, 3 തൂണിന്റെ നിഴല്. ഈ 3 നിഴലും ഒരു സ്ഥാനത്താണ് വന്ന് കൂടിച്ചേരുന്നത്. അതായത് നിധി അവിടെ തന്നെയാണ്. നിധി ഇവിടെ തന്നെയുണ്ട്. പക്ഷെ അത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? Why fear when Chingam is here? ദാ പിടിച്ചോളൂ. ചിങ്ങം സാർ, എന്താ അല്ലേ? മനോഹരം. ഈ ജോണായിരിക്കും ഡോൺ, ജോൺ തന്നെ ആയിരിക്കും ഡോൺ. ഈ പേക്കിരിയുടെ എന്റേതാണ്. എന്നെ തടയാൻ ആരുണ്ട്? പറയണേ. അത് നിന്റെ ചിറ്റമ്മ തന്നെ, അല്ലാതാര്? അല്ല, ഇവന്മാര് എപ്പോഴാ വന്നത്? ആ കിരീടം എന്റേതാണ് മോനെ, അതെനിക്ക് തിരികെ താ. കിരീടം തിരികെ താ. എന്റെ കിരീടം നിനക്ക് കൊള്ളാം. എനിക്കിതാ, അവര് നിന്റെ പിന്നാലെ തന്നെ ഉണ്ട്. സോറി. സോറി സോറി എന്ന് പറയാതെ വേഗം പോയി അത് മേടിക്കാൻ നോക്ക്. ഞാനാണ് ഡോൺ.
എടാ, അതെന്റെ കിരീടമാണ്. അതങ്ങ് തിരിച്ചു തന്നിട്ട് പോ. രാവിലെ ഞാനതൊക്കെ തിരിച്ചു തന്നിട്ട് അതിന് തന്നിട്ട് പോ. എടാ ഹെലികോപ്റ്റർ ചാടി എന്നിട്ട് വെടികൊണ്ട് വെച്ച് ഇവന്മാർക്ക് ഒരു കിരീടം പണി കൊടുക്കാം. വെടിവെക്ക്. അപ്പൊ മക്കളെ ബൈ ബൈ. താങ്ക് യു. നന്ദിയുണ്ട്. Watch India's largest kids library only on Jio Hotstar. Download the app now.